വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ കഴിയുന്ന ഈശോയ്ക്ക് വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പം വർദ്ധിപ്പിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുമെങ്കിൽ അപ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റുവാനും സാധിക്കും. പുരോഹിതൻ അർപ്പിച്ച ബലിയിൽ നിന്ന് കിട്ടുന്ന ദിവ്യകാരുണ്യത്തിൽ യഥാർത്ഥമായി ഈശോയുണ്ടെന്ന് സാത്താൻ അറിയാവുന്നതുകൊണ്ടാണ് സാത്താൻ ആരാധകർ കുർബാന മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷണ പാനീയങ്ങളായി നൽകുന്ന മഹാരഹസ്യമാണ് പരിശുദ്ധ കുർബാന. കുർബാന പുസ്തകത്തിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം? കുർബാന പുസ്തകം ഉപയോഗിച്ച് കുർബാനയിൽ പങ്കുകൊള്ളുവാൻ എല്ലാ വിശ്വാസികളും പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. സിറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തെ സംബന്ധിക്കുന്ന പൊതു നിർദ്ദേശങ്ങളും പ്രത്യേക നിർദ്ദേശങ്ങളും കുർബാന പുസ്തകത്തിന്റെ ആരംഭത്തിൽ കൊടുത്തിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ നിർബന്ധമായും ചൊല്ലേണ്ടതുണ്ട്, എന്നാൽ ചില പ്രാർത്ഥനകൾ ഐച്ഛികമാണ്. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ കുർബാന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭവനത്തിൽ ഒരു പുസ്തകമെങ്കിലും എന്ന രീതിയിൽ വാങ്ങി പുസ്തകം മുഴുവൻ ഒന്ന് വായിച്ചാൽ നമ്മുടെ പല സംശയങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്. എല്ലാ കുർബാനയ്ക്കും ചൊല്ലേണ്ട പൊതുവായ പ്രാർത്ഥനകളും ഗാനരൂപത്തിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനകളും സാധാരണ ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ചൊല്ലേണ്ട പ്രാർത്ഥനകളും കുർബാന പുസ്തകത്തിന്റെ പൊതുക്രമത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. കർത്താവിന്റെ തിരുനാളുകൾ, അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായി ആചരിക്കുന്ന തിരുനാളുകൾ ക്രിസ്തുമസ്, ഈസ്റ്റർ, ദനഹ, രൂപാന്തരീകരണം എന്നിവയാണ്. തുടർന്ന് മാർ തെയദോറിന്റെ കുദാശക്രമവും മാർ നെസ്തോറിയസിന്റെ കുദാശക്രമവും നൽകിയിരിക്കുന്നു. തുടർന്ന് ആരാധന ക്രമകാലമനുസരിച്ച്, അതായത് 9 കാലങ്ങൾ വരുന്ന പ്രാർത്ഥനകൾ, അതാണ് പ്രോപ്രിയ, അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തിരുനാളുകൾക്കനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകൾ 19 എണ്ണവും മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്നതിനുള്ള പ്രാർത്ഥനകളും നൽകിയിരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയ്ക്ക് കുർബാന ധർമ്മം കൊടുത്ത് അർപ്പിക്കുമ്പോൾ കുർബാനയുടെ പ്രധാന ക്രമത്തിലുള്ള പ്രാർത്ഥനയും പ്രോപ്രിയയിൽ നിന്നും തെരഞ്ഞെടുക്കേണ്ടവ മരിച്ചവരുടെ ഓർമ്മ എന്ന ഭാഗത്ത് നൽകിയിരിക്കുന്ന പ്രാർത്ഥനകളും ചൊല്ലുന്നു.